ഇന്നത്തെ ടോപ്പിക് മാർക്സിസം ആണ്. മാർക്സിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ മാർക്സിസം തിയറിയുടെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ഇറ്റ്സ് കാൾ മാർക്സ് ആണ്. ദ തിയറി ഓഫ് മാർക്സിസം വാസ് ഫൗണ്ടഡ് ബൈ കാൾ മാർക്സ്. മാർക്സിസത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സോഷ്യലിസം അല്ലെങ്കിൽ സയൻറ്റിഫിക് സോഷ്യലിസം. മാർക്സിസം ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യലിസം ഓർ സയൻറ്റിഫിക് സോഷ്യലിസം. And Karl Marx is rightly called the father of scientific socialism. സയൻറ്റിഫിക് സോഷ്യലിസത്തിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് മറ്റാരുമല്ല, കാൾ മാർക്സ് ആണ്. ആൻഡ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദസ് ക്യാപിറ്റൽ ആണ്. ഒപ്പം പിന്നെ എന്താണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ദസ് ക്യാപിറ്റൽ ആൻഡ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. These are the two important books of Karl Marx. Karl Marx, the theory of socialism or Marxism is developed by Karl Marx. He is rightly called the father of scientific socialism. And his important theories include, first one is dialectical materialism. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേര് കാൾ മാർക്സിൻ്റെ മാർക്സിസത്തിന് മാർക്സിയൻ ഫിലോസഫി അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ കുറേ തിയറി, കുറേ പോയിൻ്റുകൾ, കുറേ സ്റ്റേജസ് ഓഫ് ഹിസ്റ്ററിയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. എങ്ങനെ വർക്കേഴ്സ് വരെ എത്തി ഈ സൊസൈറ്റി എന്നാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ മാർക്സിസത്തിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ ഈ ലോകത്ത് രണ്ട് ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. ഇൻ എവറി സൊസൈറ്റി there are two opposing forces. It may be ideas or it may be people or it may be any category. Ideas ആകാം, people ആകാം. അപ്പോൾ two കോൺട്രാഡിക്റ്ററി ആൻഡ് ഒപ്പോസിങ് ഫോഴ്സസ് എപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ട്. ആ ഫസ്റ്റ് ഫോഴ്സിനെ തീസസ് എന്നും സെക്കൻഡ് അത് ഒരു തീസസ്, ഒരു ഫസ്റ്റ് തിങ് തീസസ് ആണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്നതിനെ ആൻറ്റി തീസസ് എന്നും ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് തീസസ്, സെക്കൻഡ് വൺ ഈസ് ആൻറ്റി തീസസ്. തീസസ് ഒരു ഐഡിയ. ചിലപ്പം പണ്ട് കാലത്ത് കിങ് ഉണ്ട്, കിങ്ങിനെ എതിർക്കുന്നവർ പീപ്പിൾ ഉണ്ടാകാം. അതുപോലെ മാസ്റ്റേഴ്സ് ഉണ്ട്, മാസ്റ്റേഴ്സിനെ എതിർക്കുന്നവർ സ്ലേവ്സ് ആണ്. അങ്ങനെയാണ് എല്ലാ കാലത്തും ഇത്തരത്തിൽ തീസസും ആൻറ്റി തീസസും ഉണ്ടാക്കും. ഈ തീസസും ആൻറ്റി തീസസിനും ശേഷം എന്ത് പറ്റും, കുറേ കാലം കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് സിന്തസിസ് എന്ന് ഡെവലപ്പ് ചെയ്യുന്നു. തീസസ്, ആൻറ്റി തീസസ്, സിന്തസിസ്. ഇങ്ങനെ എഴുതാം. അപ്പം നമുക്കതിനെ ഇങ്ങനെ എഴുതാം. അപ്പം തീസസ് കുറച്ച് കാലം കഴിയുമ്പോൾ എന്തായിട്ട് മാറും, ആൻറ്റി തീസസ്. ആൻറ്റി തീസസ് വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ സിന്തസിസ്. സിന്തസിസിൽ രണ്ടും ഉണ്ടാവും, തീസസും ഉണ്ടാകും, ആൻറ്റി തീസസും ഉണ്ടാകും. സിന്തസിസും കാലം കഴിയുമ്പോൾ എന്തായിട്ട് മാറും, തീസസായിട്ട് മാറും. അപ്പം നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ അത് എ ആകും, ആൻറ്റി തീസസ്. വീണ്ടും അത് സിന്തസിസ് എന്തായിട്ട് മാറും, വീണ്ടും സിന്തസിസ് എന്തായിട്ട് മാറും, കാലക്രമേണ തീസസായിട്ട് മാറും. ഇങ്ങനെ ഇതൊരു സൈക്കിൾ ഓഫ് ചേഞ്ച് ആണ്. ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ നടക്കും. ഇതിനെയാണ് അദ്ദേഹം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് ഉദ്ദേശിക്കുന്നത്. Karl Marx had used the idea of dialectical materialism in order to explain the evolution of society. He had taken this idea from Hegel. കാൾ മാർക്സ് ഈ ഐഡിയ എടുക്കുന്നത് ഹെഗലിൽ നിന്നുമാണ്. ഏത്, ഡയലക്റ്റിക്സ് എന്ന ഐഡിയ ഹെഗലിൽ നിന്നുമാണ് എടുക്കുന്നത്. അക്കോർഡിംഗ് ടു ഹിം എവറി തീസസ് ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് ദെയർ ആർ ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻ ഇൻ എവറി ഐഡിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തീസസ് പറഞ്ഞല്ലോ. തീസസ്, ആൻറ്റി തീസസ്, സിന്തസിസ്.
കാൾ മാർക്സിൻ്റെ ഒപ്പീനിയനിൽ എവറി ഐഡിയ ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് ദെയർ ആർ ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻസ് ഇൻ എവറി ഐഡിയ. എല്ലാ കാലഘട്ടത്തിലും ഓരോരോ ചിന്തകൾ വന്നും ആ ചിന്തകൾക്ക് അതിന് നല്ല വശവുമുണ്ട്, ചീത്ത വശവും ഉണ്ട്. ആൻഡ് ദീസ് ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻസ് ലിഡ് ടു ആൻറ്റി തീസിസ്. അങ്ങനെ ഈ ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻ കൊണ്ട് എന്തായിട്ട് മാറും? അത് തീസിസ് ആൻറ്റി തീസിസ് ആയിട്ട് മാറും. നേരത്തെ പറഞ്ഞല്ലോ എന്തായിട്ട് മാറും? തീസിസ് എന്തായിട്ട് മാറും? തീസിസ് ഓപ്പോസിറ്റായ ആൻറ്റി തീസിസ് ആയിട്ട് മാറും. എങ്ങനെയാണ്? ഡ്യൂ ടു ദ ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻ. നമ്മളിൽ തന്നെ നല്ലതും ചീത്ത സ്വഭാവവും ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ തന്നെ. അതുപോലെയാണ് എവറി ഐഡിയ ഹാസ് ആൻ ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻ ആൻഡ് എവറി ഐഡിയ ഈസ് കോൾഡ് ബൈ കാൾ മാർക്സ് ആസ് തീസിസ് ആൻഡ് ദ തീസിസ് ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് തീസിസ് ഈസ് ആൻറ്റി തീസിസ്. ഈ തീസിസും ആൻറ്റി തീസിസും കൂടെ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ എന്തായിട്ട് മാറും? അത് സിന്തസിസ് ആയിട്ട് മാറും. രണ്ടിൻ്റെയും ഒരു മിക്സ്ചർ, സിന്തസിസ്. ഫ്രം ദ thesis lead to antithesis. Opposite of what is thesis is known as antithesis. From the contradiction between or the synthesis between the two, there emerged another thing known as synthesis. സിന്തസിസ് കൊണ്ട് തീരുന്നുണ്ടോ? സിന്തസിസ് വീണ്ടും എന്തായിട്ട് മാറും? എഗെയിൻ ദിസ് സിന്തസിസ് ബിക്കം എ തീസിസ് ആൻഡ് എഗെയിൻ ആൻറ്റി തീസിസ് എമർജ്ഡ് ആൻഡ് എഗെയിൻ ഇറ്റ് ബിക്കം അനദർ സിന്തസിസ്. തീസിസ് ഉണ്ടാകുന്നുണ്ട്, ആൻറ്റി തീസിസ് ഡെവലപ്പ് ചെയ്യും, പിന്നീട് സിന്തസിസ് ഡെവലപ്പ് ചെയ്യും. സിന്തസിസ് വീണ്ടും തീസിസ് ആകും, തീസിസ് വീണ്ടും ആൻറ്റി തീസിസ് ആകും, ആൻറ്റി തീസിസ് വീണ്ടും ഇങ്ങനെ സിന്തസിസായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതാണ് അദ്ദേഹം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ പറഞ്ഞത്. 3 കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ എളുപ്പം, പക്ഷേ പഠിക്കാൻ നേരം പിന്നെ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ് പിന്നെയും അത് ഞാൻ പറയുന്നത്. 3 there is an inherent contradiction in every idea of the society. That idea is called thesis and contradiction led to antithesis. Between these two emerged another thing known as synthesis. The synthesis again became a thesis. Thesis again became antithesis. Antithesis led to synthesis, and it is a cyclical process. It is a continuous process, and this continuous process provide a development to the society. ഈ കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെയാണ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനും കൂടെ ആകുമ്പോൾ നമ്മളുടെ ഡെഫിനിഷനും കൂടെ അതിൻ്റെ ലാസ്റ്റ് പഠിക്കണം. ടു മാർക്സ്, ഇറ്റ് ഇസ് നോട്ട് ദ കോൺഷ്യസ്നസ് ഓഫ് മാൻ ദാറ്റ് ഡിറ്റർമിൻസ് ദെയർ സോഷ്യൽ എക്സിസ്റ്റൻസ്. ഓൺ ദ കോൺട്രറി, ഇറ്റ് ഈസ് ദെയർ social coexistence that determines their consciousness. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് നോട്ട് ദ കോൺഷ്യസ്നസ് ഓഫ് മാൻ ദാറ്റ് ഡിറ്റർമിൻസ് ദെയർ സോഷ്യൽ എക്സിസ്റ്റൻസ്. സ്വന്തം ചിന്താഗതി കൊണ്ട് മനുഷ്യൻ ഉയർന്നല്ല സമൂഹത്തിലെ തൻ്റെ അവസ്ഥ മനുഷ്യൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. പകരം സമൂഹത്തിൽ ഒരാൾ ജനിക്കുമ്പോൾ തൊട്ടുള്ള അയാളുടെ അവസ്ഥയാണ് അയാളുടെ ചിന്തകളെ രൂപീകരിക്കുന്നത്. ഒരാൾ സ്വയം നല്ല ചിന്തിച്ച് നല്ലയാളായി ഉയർന്നു പോകാൻ സാധ്യത കുറവാണ്. പകരം എങ്ങനത്തെ സാഹചര്യത്തിലാണോ അയാൾ ജനിക്കുന്നത് അതാണ് അയാളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ കോൺഷ്യസ്നസ് ഓഫ് മെൻ ദാറ്റ് ഡിറ്റർമിൻസ് ദെയർ സോഷ്യൽ എക്സിസ്റ്റൻസ്. ഓൺ ദ കോൺട്രറി, ഇറ്റ് ഈസ് ദെയർ സോഷ്യൽ എക്സിസ്റ്റൻസ് ദാറ്റ് ഡിറ്റർമിൻസ് ദെയർ കോൺഷ്യസ്നസ്. അതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ത്? ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ഹിസ്റ്ററി. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വെച്ച് ഹിസ്റ്ററിയെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന ടേം യൂസ് ചെയ്യുന്നത്. അതിൽ പറയുന്നത് എല്ലാ സൊസൈറ്റിയെയും ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ആണ്. ഇൻഡസ്ട്രിയെ ബേസ് ചെയ്ത് എക്കണോമിയെ ബേസ് ചെയ്താണ് കാൾ മാർക്സിൻ്റെ സ്റ്റഡി. അതുകൊണ്ട് തന്നെ രാജ്യത്തുണ്ടാകുന്ന പ്രൊഡക്ഷനും അതിൻ്റെ വിൽപ്പനയും ആണ് ഏതൊരു സൊസൈറ്റിയുടെയും സ്ട്രക്ചർ മാറ്റുന്നത് എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് എവറി സൊസൈറ്റി ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് exchange.
And the ultimate cause of all social changes are due to changes in the mode of production and exchange. എല്ലാ സോഷ്യൽ ചേഞ്ചുകളുടെയും ഒരു റീസൺ എന്ന് പറയുന്നത് ഈ മോഡ് ഓഫ് പ്രൊഡക്ഷനിലും എക്സ്ചേഞ്ചിലും സൊസൈറ്റിയിലുണ്ടായ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഒരു സാധനം വിൽക്കുന്നു വാങ്ങുന്നു, അതെങ്ങനെ സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിലൂടെയാണ് റിച്ച് പീപ്പിൾ വരുന്നു, പുവർ പീപ്പിൾ വരുന്നു, ഇടയ്ക്കുള്ള മിഡിൽ ക്ലാസ് മെൻ വരുന്നു. അവരെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് എന്ന ടേം അദ്ദേഹം യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിയിലുള്ള എല്ലാ ചേഞ്ചിൻ്റെയും റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്. ആൻഡ് ഹി ട്രൈ ടു ഇൻകോപ്പറേറ്റ് ദിസ് ഫിലോസഫി ഓഫ് എക്കണോമിക്സ് ഇൻ ഹിസ് സ്റ്റഡി. എക്കണോമിക്സിലെ ഈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ബേസ് ചെയ്തിട്ടാണ് കാൾ മാർക്സ് തൻ്റെ മാർക്സിയൻ ഫിലോസഫി പറഞ്ഞിരിക്കുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഒരു സെൻറ്റൻസും കൂടെ എഴുതണം. ആപ്ലിക്കേഷൻ ഓഫ് ദ സ്റ്റഡി ഓഫ് ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം ഇൻ ടു ദ ഇവല്യൂഷൻ ഓഫ് ഹിസ്റ്ററി ഈസ് നോൺ ആസ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ആപ്ലിക്കേഷൻ ഓഫ് ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം ഞാനിവിടെ DM എന്ന് എഴുതുന്നു. ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തിൽ എന്തിലേക്ക് അപ്ലൈ ചെയ്തു? In the history of society. For studying the history of society, Karl Marx applied dialectical materialism. Thus emerged historical materialism or materialistic interpretation of history. ഇനി മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഹിസ്റ്ററിയിൽ എന്താണ്? ഒരു സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ അവിടെ മോഡ് ഓഫ് പ്രൊഡക്ഷനിലും എക്സ്ചേഞ്ചിലും വരുന്ന ചേഞ്ച് കൊണ്ടാണ്. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണർഷിപ്പ്, ഈ 4 കാറ്റഗറിയിൽ വരുന്ന ചേഞ്ചുകളാണ് ഒരു സൊസൈറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണർഷിപ്പിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് സൊസൈറ്റിയിൽ ചേഞ്ചുകൾ ഉണ്ടാകുന്നു. ഈവൻ റവല്യൂഷൻ വരെ ഉണ്ടാകും എന്നാണ് കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. സോ ആപ്ലിക്കേഷൻ ഓഫ് ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം ടു ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഇസ് നോൺ ആസ് historical materialism or materialistic interpretation of history. And according to Karl Marx, ultimate causes of all social changes are the changes in the mode of production and exchange. ഇനി അടുത്തത് സർപ്ലസ് വാല്യൂ ആണ്. അടുത്തതായിട്ട് നമ്മൾ തിയറിയായിട്ട് കാൾ മാർക്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിയറി എന്ന് പറയുന്നത്. സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ലേബർ എന്നാണ് കാൾ മാർക്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുമ്പോൾ വർക്കേഴ്സിന് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന എമൗണ്ടിനെയാണ് കാൾ മാർക്സ് സർപ്ലസ് വാല്യൂ എന്ന് വിളിച്ചിരിക്കുന്നത്. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ സർപ്ലസ് വാല്യൂ ചോദിക്കുന്നുണ്ട്. ഇറ്റ് വാസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലേബർ ആൻഡ് ദ വേജസ് റിസീവ്ഡ് ബൈ ദ ലേബറർ. ഒരു കമ്മോഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോഡക്റ്റ്. ലേബറർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഡക്റ്റിന് കിട്ടുന്ന എമൗണ്ട് 100 രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് വിറ്റു. ലേബറിൻ്റെ ഒരു ദിവസത്തെ കൂലി 40 രൂപയാണെങ്കിൽ 100 - 40 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 60. ആ 60 എന്ന് പറയുന്നത് സർപ്ലസ് വാല്യൂ ആണ്. സർപ്ലസ് വാല്യൂ വാസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ലേബർ ആൻഡ് ദ വേജസ് റിസീവ്ഡ് ബൈ ലേബറർ. It is the difference between value of a commodity produced by the labor and the wages received by labor. നമുക്കതെങ്ങനെ പറയാൻ പറ്റും? ഇപ്പം 100 രൂപയാണ് ഒരു കമ്മോഡിറ്റി, ഒരു പ്രോഡക്റ്റ് വിറ്റപ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ വീണ്ടും എഴുതുന്നു 100. പ്രോഡക്റ്റ് എന്ന് ഞാൻ എഴുതിയത് ഒന്നും കൂടെ മനസ്സിലാക്കാനാണ്. 100 രൂപ കിട്ടി. ആ സാധനം ഉണ്ടാക്കുന്ന ലേബററിന് ഒരു ദിവസം എത്ര രൂപ കിട്ടുന്നു? 40 റുപ്പീസേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 100 - 40 എന്ന് പറയുമ്പോൾ എത്രയാണ്? ബാക്കി 60 റുപ്പീസ് അവിടെ ഉണ്ട്. ഈ 60 റുപ്പീസിനെയാണ് നമ്മൾ സർപ്ലസ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഈ സർപ്ലസ് വാല്യൂ ആണ് അൺപെയ്ഡ് ലേബറായിട്ട് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, സർപ്ലസ് വാല്യൂ വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ലേബറർ ആൻഡ് ദ വേജസ് റിസീവ്ഡ് ബൈ ലേബറർ. ഒരു കമ്മോഡിറ്റി ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ വേജസ് റിസീവ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു മാർക്സ്, ദ ഹോൾ സർപ്ലസ് വാല്യൂ ഷുഡ് ബി ഗിവൺ ടു ദ ലേബറർ ബട്ട് ദ ക്യാപിറ്റലിസ്റ്റ് ഗീവ് ഓൺലി എ ലിറ്റിൽ ടു ദ ലേബറർ. കാൾ മാർക്സിൻ്റെ ഒപ്പീനിയനിൽ ഈ ഹോൾ എമൗണ്ട് ആർക്ക് കൊടുക്കണം? വർക്കറിന് കൊടുക്കണം. ലേബറർ എന്ന് പറയുമ്പോൾ വർക്കർ എന്ന് പറയും.
വർക്കറിന് കൊടുക്കണം. ബട്ട് ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത്? ഓണർ, ഫാക്ടറിയുടെ ഓണർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഓണർ ഈ എമൗണ്ട് എടുത്തുകൊണ്ട് പോകുന്നു. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, ദ ഹോൾ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഷുഡ് ബി പെയ്ഡ് ടു ദ ലേബർ, ബട്ട് ദ ക്യാപിറ്റലിസ്റ്റ് ഗീവ് ഓൺലി എ ലിറ്റിൽ ടു ദ ലേബർ. ദസ് through the appropriation of surplus value, the capitalists accumulate more capital. അങ്ങനെ ഈ സർപ്ലസ് വാല്യൂ കൂടി 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 ക്യാപിറ്റലിസ്റ്റ് എന്താവും? ഭയങ്കര പണക്കാരനാവും. ദെൻ ദ പുവർ ബിക്കെയിം പുവറർ ആൻഡ് ദ റിച്ച് ഗ്രോ റിച്ചർ. പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കും, പണക്കാരായിക്കൊണ്ടേയിരിക്കും. അപ്പം അക്കോർഡിംഗ് ടു മാക്സ്, സർപ്ലസ് വാല്യൂ ഷുഡ് ബി ഗിവൺ ടു ദ ലേബർ, ബട്ട് ദ ക്യാപിറ്റലിസ്റ്റ് ഗീവ് ഓൺലി എ ലിറ്റിൽ ടു ദാറ്റ് ലേബർ. കുറച്ച് പൈസയെ കൊടുക്കുകയുള്ളൂ. ദസ് ത്രൂ ദ അപ്രോപ്രിയേഷൻ ഓഫ് സർപ്ലസ് വാല്യൂ ദ ക്യാപിറ്റലിസ്റ്റ് അക്യൂർ മോർ ക്യാപിറ്റൽ ആൻഡ് ദ പുവർ ബിക്കം പുവറർ ആൻഡ് ദ റിച്ച് ബിക്കം റിച്ചർ. അങ്ങനെ പറ്റുമ്പോഴേക്കും എന്താ ഉണ്ടാവും? ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകും. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ ഈസ് നോൺ ആസ് ക്ലാസ് സ്ട്രഗിൾ, ഓർ ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് ദ capitalist is also known as class struggle. According to Marx, the society was divided into two parts, the rich and the poor, അല്ലെങ്കിൽ exploiters and exploited, haves and have not. റിച്ച് എന്നും പൂർ എന്നും പറയാം. സൊസൈറ്റിയെ എക്സ്പ്ലോയിറ്റേഴ്സ് എന്നും എക്സ്പ്ലോയിറ്റഡ് എന്നും വിളിക്കാം. ചൂഷണം ചെയ്യുന്നവരും ചെയ്യപ്പെടുന്നവരും. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്, അതുപോലെ ഓർക്കേണ്ട ഒരു പേരാണ് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്. ഉള്ളവനും ഇല്ലാത്തവനും. ഹാവ് ആൻഡ് ഹാവ് നോട്ട് മറന്നു പോകല്ലേ അതിൻ്റെ മീനിങ്. ഉള്ളവനും ഇല്ലാത്തവനും. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്. അക്കോർഡിംഗ് ടു മാക്സ്, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, ദ റിച്ച് ആൻഡ് ദ പുവർ, എക്സ്പ്ലോയിറ്റേഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്, on the basis of this economic production. So, in every society we can see these two classes of people. കാൾ മാക്സിൻ്റെ അഭിപ്രായത്തിൽ പണ്ട് മുതലേ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. കിങ് ആൻഡ് ദ സബ്ജക്ട്, രാജാവും പ്രജയും. മാസ്റ്റർ, സ്ലേവ്. ഫ്യൂഡൽ ലോഡ്, സെർവ്. ക്യാപിറ്റലിസ്റ്റ് ആൻഡ് പ്രോലറ്റേറിയറ്റ്. കാൾ മാക്സിൻ്റെ ഒപ്പീനിയനിൽ ഈ ടു ക്ലാസ് ഓഫ് പീപ്പിളിനെ നമുക്ക് പണ്ട് മുതലേ കാണാൻ പറ്റും. കിങ് ആൻഡ് ദ സബ്ജക്ട്, രാജാവും പ്രജയും. മാസ്റ്റർ, സ്ലേവ്. ഫ്യൂഡൽ ലോഡ്, സെർവ്സ് എന്ന് പറഞ്ഞാലും സ്ലേവ് എന്ന മീനിങ് തന്നെയാണ്. അതിൻ്റെ ലാസ്റ്റിലാണ് വരുന്നത് രണ്ട് ടേം ഓർക്കണം. ക്യാപിറ്റലിസ്റ്റ്, അവർ തമ്മിലാണ് ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നത്. ക്യാപിറ്റലിസ്റ്റ് എന്ന ടേം, രണ്ടാമത്തെ ടേം ഇമ്പോർട്ടൻ്റ് ആണ്, അതെപ്പോഴും ചോദിക്കാറുമുണ്ട്. പ്രോലറ്റേറിയറ്റ്, TRIATE എന്നെഴുതിയാലും ശരിയാണ്, ടി വെച്ച് നിർത്തിയാലും കുഴപ്പമില്ല. ഒന്നും കൂടെ എഴുതാം. പ്രോലറ്റേറിയറ്റ്, PROLETARIATE. പ്രോലറ്റേറിയറ്റ് അല്ലെങ്കിൽ ആ പ്രോലറ്റേറിയറ്റിൻ്റെ മീനിങ് എന്താണ്? വർക്കിംഗ് ക്ലാസ് എന്നാണ്. നമ്മുടെ തൊഴിലാളികൾ എന്ന മീനിങ്ങാണ് പ്രോലറ്റേറിയറ്റിന് ഉള്ളത്. PROLETARIATE. പ്രോലറ്റേറിയറ്റ് മീൻസ് വർക്കിംഗ് ക്ലാസ്. വർക്കിംഗ് ക്ലാസ് എന്ന മീനിങ്ങാണ് പ്രോലറ്റേറിയറ്റിന് ഉള്ളത്. സോ ക്ലാസ് സ്ട്രഗിൾ ആരും തമ്മിലായിരിക്കും? ഈ പ്രോലറ്റേറിയറ്റും ആരുമായിട്ടാണ്? ക്യാപിറ്റലിസ്റ്റുമാണ്. ഈ ക്ലാസ് സ്ട്രഗിൾ ആണ് സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അക്കോർഡിംഗ് ടു കാൾ മാക്സ്, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു റിച്ച് ആൻഡ് ദ പുവർ, എക്സ്പ്ലോയിറ്റഡ് ആൻഡ് എക്സ്പ്ലോയിറ്റേഴ്സ്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്, ആൻഡ് ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം ഏൻഷ്യൻറ്റ് ടൈംസ് സച്ച് ആസ് കിങ് ആൻഡ് ദ സബ്ജക്റ്റ്, masters and slaves, feudal lords and serfs, capitalist and proletariat. Proletariat means working class. This class struggle led to the development of the society. ഇനി ഈ ക്ലാസ് സ്ട്രഗിൾ കഴിയുമ്പോൾ എന്തുണ്ടാകും? ക്ലാസ് സ്ട്രഗിൾ വരുന്നതോടുകൂടി ഒരു വലിയ വിപ്ലവം വരികയും നമ്മുടെ പ്രോലറ്റേറിയറ്റ് ജയിച്ച് അധികാരം സ്ഥാപിക്കുകയും ചെയ്യും. അതിന് നമ്മൾ പറയുന്നത് സോഷ്യൽ റെവല്യൂഷൻ ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലറ്റേറിയറ്റ്. ടേമൊന്നും മറന്നു പോകരുത്. സോഷ്യൽ റെവല്യൂഷൻ ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലറ്റേറിയറ്റ്. അണ്ടർ ക്യാപിറ്റലിസം, ദ റിച്ച് വിൽ കണ്ടിന്യൂ ടു ബിക്കം റിച്ചർ ആൻഡ് ദ വർക്കേഴ്സ് ഹാവ് നോ ആൾട്ടർനേറ്റീവ് ബട്ട് ടു റൈസ് ഇൻ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ക്യാപിറ്റലിസ്റ്റ്. അങ്ങനെ ക്യാപിറ്റലിസത്തിൽ റിച്ച് പേഴ്സൺസ് റിച്ചറാകും. എങ്ങനെ റിച്ചറാകും? സർപ്ലസ് വാല്യൂ കുന്നുകൂടിയിട്ട്. അങ്ങനെ വർക്കേഴ്സ് എന്ത് ചെയ്യും? They have to revolt against these capitalists, and as a result of this revolt, the capitalists will be completely eliminated. അങ്ങനെ ഈ റിവോൾട്ട് ഉണ്ടാകുമ്പോഴും ക്യാപിറ്റലിസ്റ്റുകളെ മൊത്തത്തിൽ തുടച്ചു നീക്കുകയും ചെയ്യും.
The rich will be crushed and proletariat will establish their rule. അങ്ങനെ പ്രോലറ്റേറിയറ്റ് വർക്കിംഗ് ക്ലാസ് തങ്ങളുടെ അധികാരം സ്ഥാപിക്കും. And the rule of the working class will be extensive and widespread, and finally working class shall be in a position to establish their dictatorship. വർക്കിംഗ് ക്ലാസ്സിൻ്റെ റൂൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു റൂളാണ്. അങ്ങനെ വർക്കിംഗ് ക്ലാസ് ഉന്നത അധികാരത്തിലേക്ക് എത്തുന്നു. വർക്കിംഗ് ക്ലാസ് അധികാരത്തിലേക്ക് എത്തുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലറ്റേറിയറ്റ് എന്ന് വിളിക്കുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലറ്റേറിയറ്റ്. അപ്പം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, സർപ്ലസ് വാല്യൂ, ക്ലാസ് സ്ട്രഗിൾ, social revolution and dictatorship of proletariat, and last one classless and stateless society. അങ്ങനെ അതെല്ലാം അങ്ങനെ അധികാരന്മാരുടെ കയ്യിലെത്തി വർക്കിംഗ് ക്ലാസ്സിൻ്റെ കയ്യിലെത്തുന്നു. അങ്ങനെ അത് കഴിയുമ്പോൾ വർക്കിംഗ് ക്ലാസ് കംപ്ലീറ്റ്ലി ഭരിച്ച് ഇങ്ങനെ റൂൾ ചെയ്യണം എന്നൊരിക്കലും കാൾ മാർക്സ് ഉദ്ദേശിച്ചിട്ടില്ല. കാൾ മാർക്സിൻ്റെ വിഭാവനത്തിൽ സ്റ്റേറ്റ് തന്നെ ഒരു പൂവിൻ്റെ ഇതൾ കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോകണം. സ്റ്റേറ്റ് ഒന്ന് നമ്മുടെ ഗാന്ധിജിയൊക്കെ വിഭാവനം ചെയ്തതുപോലെയാണ്. അതിലാണ് ഗാന്ധിജിയും കാൾ മാർക്സിൻ്റെയും ചിന്താഗതി ഒരുപോലെ വരുന്നുണ്ട്. സ്റ്റേറ്റ് അത് വർക്കിംഗ് ക്ലാസ് റൂളിൻ്റെ കയ്യിലിരുന്നാലും ക്യാപിറ്റൽസിൻ്റെ കയ്യിലിരുന്നാലും സ്റ്റേറ്റിന് അധികാരന്മാരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ അവരെന്തായിട്ട് മാറും, പിന്നെ അവരെല്ലാവരുടെയും റൈറ്റ്സുകൾ കവർന്നെടുക്കും. അതുകൊണ്ട് സ്റ്റേറ്റ് ഉണ്ടാവരുത്. ഒരു ഈക്വലി കുറച്ച് ആളുകൾ എല്ലാവരും ചേർന്ന് റൂള് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കാൾ മാർക്സും ഒക്കെ ലാസ്റ്റ് വിഭാവനം ചെയ്യുന്നത്. കാൾ മാർക്സ് റിഗാർഡഡ് സ്റ്റേറ്റ് ആസ് എ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് വാസ് ബീങ് യൂസ്ഡ് ബൈ ദ ബൂർഷേസ് ഫോർ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പ്രോലറ്റേറിയറ്റ്. ക്യാപിറ്റൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, കാൾ മാർക്സ് യൂസ് ചെയ്യുന്ന ടേമാണ് ബൂർഷേ. BOURGEOISIE ബൂർഷേ. ക്യാപിറ്റലിസ്റ്റിനെ കാൾ മാർക്സ് വിളിക്കുന്ന ഒരു ടേമാണ് ബൂർഷേ. According to Karl Marx, he regarded state as a class institution. It was being used by the bourgeois for the exploitation of proletariat. Bourgeois proletariat exploit ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് state, and according to him, dictatorship of proletariat should continue for some time in order to crush the resistance of capitalists. കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ കുറച്ചു കാലം വർക്കേഴ്സ് റൂൾ ചെയ്യണം, ക്യാപിറ്റലിസ്റ്റുകളുടെ കംപ്ലീറ്റ്ലി ഇല്ലാതെയാക്കാൻ വേണ്ടി. According to Karl Marx, dictatorship of the proletariat should continue for some time in order to crush the resistance of the capitalists. However, when the work of destruction was finished, the state has to wither away. ഈ ഡിസ്ട്രക്ഷൻ അങ്ങനെ ക്യാപിറ്റലിസ്റ്റുകളെ മൊത്തത്തിൽ നശിപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? വിതർ എവേ അല്ലെങ്കിൽ വിതറിങ് എവേ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കും. വിതർ എവേ, കൊഴിഞ്ഞു പോകണം സ്റ്റേറ്റ്. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. വിതറിങ് എവേ ഓഫ് ദ സ്റ്റേറ്റ് എന്നും നമ്മൾ അതിനെ വിളിക്കും. സ്റ്റേറ്റ് ഒരു പൂവിൻ്റെ ഇതള് കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോകണം. അതിനെയാണ് വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Thus the state was not a permanent institution and classless, stateless society emerged. അങ്ങനെ സ്റ്റേറ്റ് കൊഴിഞ്ഞു പോയിട്ട് ഒരു ക്ലാസ്ലെസ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് എമർജ് ചെയ്യുന്നത്. ക്ലാസ് ഒരു വിഭാഗക്കാരുമില്ല, സ്റ്റേറ്റും ഇല്ലാതെ ഉള്ള ഒരു സമൂഹമാണ് വേണ്ടത്. ക്ലാസ്ലെസ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. ഇങ്ങനെയാണ് ക്ലാസ്ലെസ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഷുഡ് എമർജ്. ക്ലാസ്ലെസ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഷുഡ് ബി എമർജ്ഡ്. അതെങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി എ ഫ്രീ അസോസിയേഷൻ ഓഫ് ഓൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ഓൾ. എങ്ങനെയാണ് അത് വേണ്ടത്? ഓൾ ഫോർ ഈച്ച്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരുടെ കയ്യിലിരിക്കുന്നതും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതാണ് ഓൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ഓൾ ഷുഡ് ബി ദ പ്രിൻസിപ്പിൾ. ഓൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ഓൾ. The basic rule is from each according to his ability to each according to his needs. അവരവർക്ക് കഴിയുന്നത് പോലെ അവരൊരു ഗവൺമെൻറ്റിനെ സഹായിക്കണം.
In that society, there would be an association in which the free development of each is the condition for the free development of all. ഓരോരുത്തരും ഡെവലപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ മൊത്തത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണ് ആ സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. In that society, there would be an association in which the free development of each is the condition for the free development of all. Free development of each is the condition for free development of all. അതാണ് ആ ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിൽ എന്താണ്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലറ്റേറിയറ്റ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം ഇൻ ഓർഡർ ടു ക്രഷ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് ദർ എമർജ്ഡ് എ സൊസൈറ്റി നോൺ as classless stateless society, and it will be a free association of all for each and each for all. മറ്റൊരു റൂൾ എന്താണ്, ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ആൻഡ് ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് needs. In that society, there would be an association in which the free development of each is the condition for the free development of all. ഇത്രയുമാണ് മാർക്സിയൻ ഫിലോസഫിയിൽ ഉള്ളത്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, പിന്നെ എന്താണ് സർപ്ലസ് വാല്യൂ, പിന്നെന്താണ് സ്ട്രഗിൾ, ക്ലാസ് സ്ട്രഗിൾ, social revolution and dictatorship of proletariat, classless and stateless society. ഇനി മാർക്സിയൻ ഫിലോസഫിയുടെ ക്രിറ്റിസിസം കണ്ടുപിടിച്ച് വായിച്ച് എഴുതുകയും ചെയ്യണം. ഓക്കെ.